ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു എഗ്ഗ് മുട്ടയും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ളൊരു മിക്സ്ഡ് എന്താ പറയുക ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കംപ്ലീറ്റ് മീലാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല ഹെൽത്തിയാണ്. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസും 2 മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാബേജാണ്. അപ്പോൾ നമ്മളിതാ ചെറിയൊരു കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട, ഒരു കുക്കുംബർ, പിന്നെ 2 പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം വലിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പച്ചമുളക് ഇതുപോലെ നടുവിൽ മുറിച്ചിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പച്ചമുളകും വലിയുള്ളിയും പിന്നെ അതുപോലെ ക്യാബേജും നമ്മൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുക്കുംബർ നമ്മൾ ലാസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് തനിച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ഒരേപോലെ ഇഡ്ഡലി, ദോശ, അതല്ലെങ്കിൽ ചപ്പാത്തിയോ പൂരി അങ്ങനെയൊക്കെ തന്നെയല്ലേ ദിവസം. അപ്പോൾ ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മളിതുപോലെ കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് 2 മുട്ടയും കൂടെ വെച്ചിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനാണെങ്കിലും അധികം സമയമൊന്നും വേണ്ട. ആ മുട്ടയൊന്ന് വെന്ത് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ്. നമ്മൾ നല്ലോണം വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുട്ടയൊക്കെ 2 എണ്ണം രാവിലെ തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് കുക്കുംബറൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കുന്നുണ്ട്. കുക്കുംബർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും കഴിക്കുന്നതാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കുംബർ. അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ എന്താ പറയുക, നമ്മളിതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ക്യാബേജും പച്ചമുളകും വലിയുള്ളിയും കൂടെ നമ്മൾ ഈ ഒരു ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കും. അപ്പോൾ മിക്കവാറും ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് കൂടുതൽ നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്താ പറയുക, വെജിറ്റബിൾസിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ വാങ്ങ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ വോയിസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാബേജ്, പച്ചമുളക്, വലിയുള്ളി, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കുക്കുംബർ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടാൽ ഞാൻ എടുത്ത് കഴിച്ചിട്ടേ ഇരിക്കും, നല്ലതല്ലേ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ക്യാബേജും ഉള്ളിയും പച്ചമുളകൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതി കേട്ടോ. വല്ലാതെ അങ്ങോട്ട് വഴന്നു വരേണ്ട ആവശ്യമില്ല. ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. അധികം ഞാൻ വഴറ്റിയിട്ടില്ല, കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 മുട്ട നമ്മളിതിൽ ചേർത്ത് കൊടുക്കണ്ടേ. ഈ മുട്ടയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് പെപ്പറും 2 മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ഇട്ടിട്ടൊന്ന് ചിക്കിയെടുക്കാം.
അപ്പോൾ മൊബൈൽ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കണം കേട്ടോ. സ്റ്റാൻഡിൽ വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെറിയ ഷേക്ക് ഉണ്ട്. ഇത് ഇളക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ഷേക്കാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പക്ഷേ മിക്കവാറും ഇതുപോലെ ചിക്കി പൊരിച്ചെടുക്കലാണ്. അതല്ലെങ്കിൽ മുട്ടയുടെ ഉണ്ണി പൊട്ടാതെ ബുൾസൈ ആണോയെന്ന് ചോദിച്ചാൽ ബുൾസൈ പോലെ ഉണ്ടാക്കും. പക്ഷെ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. എനിക്ക് ആ പച്ചയോട് കഴിക്കാൻ അത്രയല്ല തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പോൾ മുട്ട ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ കൂടെ ചേർത്ത് മിക്സാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മീൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമുക്ക് മടുത്തു പോകുന്നില്ല. ഒരു സാലഡ് കഴിക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റും ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ചേർക്കാറുള്ളൂ, എപ്പോഴൊന്നും ചേർക്കാറില്ല. എന്നുവെച്ചാൽ ഇത് ഡെയിലി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഒരു ആഴ്ചയിലൊരു 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ നോർമലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഓട്സിൻ്റെ ദോശ, അപ്പം അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കേട്ടോ. ഞാൻ എല്ലാം ഉൾപ്പെടുത്താറുണ്ട്. ഇഡ്ഡലി, ദോശ, അതുപോലെ മില്ലറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വയ്ക്കാറുള്ളത്. ഒരേതുപോലെ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോഴേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫാറ്റ് ബേണിനാണെങ്കിലും വെയിറ്റ് ലോസിനൊക്കെ ആണെങ്കിലും കേട്ടോ. ഇത് ഫൈനലി ഞാൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കുംബർ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയതായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒരിത്തിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ ലെമൺ ജ്യൂസ് അതും വേണമെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂൺ എടുക്കുന്നു. ഒരു സ്പൂൺ എടുത്ത് നീളമുള്ളത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റ് കുഞ്ഞതാണല്ലോ. നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ എഗ്, എന്താ അതിന് പേര് പറയാ, പേരൊന്നും അറിയില്ല. ഞങ്ങളിത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 80 കിലോയിൽ നിന്നും 72 കിലോയിലേക്ക് വന്നത് ഇതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ്. പിന്നെ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല, ഫുഡിലെങ്കിലും കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വെയിറ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചെല്ലാം മോൾക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ ഓക്കെ. ട്രൈ ചെയ്ത് നോക്കാം, സൂപ്പറായിട്ടുണ്ടോ.